ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ജാസ്മിൻ ഇന്നലെ നൈറ്റ് 12 മണിക്ക് ജിൻറ്റപ്പനുമായിട്ട് സംസാരിക്കുന്നതിനിടയിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അഫ്സലിനെ കുറിച്ച് പറഞ്ഞു. ആ ഒരു വോയിസ് ക്ലിപ്പ് ഞാൻ ഇവിടെ കേൾപ്പിക്കാം. ഇതായിരുന്നു എനിക്ക് ഫസ്റ്റ് റിലേഷൻ. വേറെ രണ്ടുപേരുണ്ടായിരുന്നു, 3 പേരുണ്ടായിരുന്നു റിലേഷൻ ഉണ്ടായിരുന്നു പറഞ്ഞു. ഇപ്പൊ എന്റെ ഇപ്പൊ ഞാൻ വരാൻ നിൽക്കാൻ പറഞ്ഞു എൻ്റെ ഒരു കല്യാണം അങ്ങനെയുണ്ടോ? എന്ന് പറഞ്ഞാൽ എന്റെ ഭയങ്കര ഫ്രണ്ടായിരുന്നു. എനിക്ക് കല്യാണം ആലോചിച്ചു എന്റെ വീട്ടിലോട്ട് ബിഗ് ബോസ് കഴിഞ്ഞ് പോകുമ്പോ നോക്കാമെന്ന് പറഞ്ഞു. അത് റിലേഷൻ അല്ല, നമ്മള് പറയില്ലേ നോക്കാം. എനിക്കറിയില്ല ഇപ്പൊ നിങ്ങളിതുപോലെ അതുപോലെ ഇല്ല, നോക്കാം. എനിക്ക് മോതിരം ചടങ്ങുകളൊന്നും പിന്നെ അറിയില്ല. ഇപ്പൊ ഈ പറഞ്ഞ ആളുണ്ടല്ലോ, പുള്ളിക്ക് എന്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന, കാരണം എന്റെ ഫ്രണ്ടായിരുന്നു. 1.5 വർഷത്തോളം എന്റെ ഫ്രണ്ടാണ്. ജാസ്മിൻ അഫ്സലിനെ മോശമായിട്ടൊന്നും ചിത്രീകരിച്ചിട്ടില്ല. ജാസ്മിൻ്റെ ഒരു നല്ലൊരു ഫ്രണ്ടാണ്, 1.5 വർഷം കൊണ്ടുള്ള നല്ലൊരു ഫ്രണ്ടാണ്. വിവാഹമൊക്കെ അന്വേഷിച്ച് വന്നിരുന്നു, ബിഗ് ബോസിൽ പോയി വന്നിട്ട് നടത്താമെന്നൊരു ധാരണയിലാണ്. അതേപോലെ റിംഗ് മാറ്റങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല, വിവാഹ നിശ്ചയമൊന്നും കഴിഞ്ഞിട്ടില്ലെന്ന് ജാസ്മിൻ പറയുന്നുണ്ട്. ഇതിനു മുമ്പ് ജാസ്മിൻ പറഞ്ഞിരുന്നു കമ്മിറ്റ്മെൻ്റ് ആണെന്നുള്ളത്. വിവാഹം വാക്കാലെ പറഞ്ഞുറപ്പിച്ചത് കൊണ്ടാവാം കമ്മിറ്റ്മെൻ്റ് ആണെന്ന് അന്ന് പറഞ്ഞത്. എൻ്റെ അഭിപ്രായത്തിൽ ജാസ്മിന് അഫ്സലിനോട് ഒരു പ്രണയം കൊണ്ടുള്ള ഒരു വല്ലാത്തൊരു അടുപ്പം ഉണ്ടായിട്ടില്ല എന്നാണ്. ഒരു പക്ഷേ ജിൻറ്റപ്പനോട് അത് പറയാൻ പറ്റാഞ്ഞിട്ടോ, അതല്ലെങ്കിൽ പുറത്തേക്ക് എന്തെങ്കിലും ഒരു ഇടണ്ടിട്ടോ, അതല്ലെങ്കിൽ ഗബ്രിയോടുള്ള ഇഷ്ടം ജാസ്മിൻ്റെ മനസ്സിലുള്ളത് കൊണ്ട് അഫ്സലിനോട് ഉള്ള ഒരു താല്പര്യം പുറത്ത് കാട്ടാൻ പറ്റാഞ്ഞിട്ടാണോ എന്താണെന്നുള്ളത് അറിയില്ല. ഏതായാലും ജാസ്മിൻ അത് പ്രേക്ഷകർക്കിടയിലേക്ക് പറയും പോലെ തന്നെയാണല്ലോ, ക്യാമറകൾക്ക് മുന്നിൽ നിന്ന് പറയുമ്പോൾ അത് പ്രേക്ഷകർക്കിടയിലേക്കും അഫ്സലിനും ജാസ്മിൻ്റെ വീട്ടുകാർക്കുമൊക്കെ കിട്ടേണ്ട ഒരു മെസ്സേജ് തന്നെയാണല്ലോ. അതുകൊണ്ട് തന്നെ അഫ്സലിനോട് ഗാഢമായിട്ടുള്ള ഒരു പ്രണയം ജാസ്മിനില്ല. ഒരു പക്ഷേ ജാസ്മിൻ പറയുന്നതായിരിക്കും സത്യം. വിവാഹം ആലോചിച്ച് വന്നിട്ടുണ്ടാവാം, വിവാഹം ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് കഴിക്കാമെന്നുള്ളൊരു വാക്കും കൊടുത്തിട്ടുണ്ടാവും. അതിലപ്പുറം അവർക്കിടയിൽ ഒരു പ്രണയവും ഉണ്ടായിട്ടുണ്ടാവില്ല. അങ്ങനെ ഒരു പ്രണയം ജാസ്മിനുള്ളിൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഗബ്രിയുമായിട്ട് അത്രയും അടുത്ത് ഇടപഴകാൻ ജാസ്മിന് കഴിയില്ലായിരുന്നു. ജാസ്മിൻ്റെ ഉള്ളിൽ അഫ്സലിനോടുള്ള ഒരു ഇഷ്ടം എന്താണെന്ന് നമുക്കാർക്കും അറിയില്ല. ജാസ്മിൻ്റെ മനസ്സിൽ ഗബ്രിക്കുള്ള സ്ഥാനവും അതേപോലെ അഫ്സലിനുള്ള സ്ഥാനവും എന്താണെന്ന് നമ്മൾക്കറിയില്ല. ജാസ്മിൻ ഏത് തരത്തിലാണ് അഫ്സലിനെ കരുതിയിട്ടുള്ളത്, ഗബ്രിയെ കരുതിയിട്ടുള്ളതെന്ന് ജാസ്മിൻ പുറത്തു വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അത് ജാസ്മിൻ തന്നെ തുറന്നു പറയണം. അതുവരെ ഈ ഒരു വിഷയം വലിച്ചിഴക്കുന്നത് നിർത്തുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു.